ആത്മകഥ PDF വിവാദത്തിന് പിന്നാലെ ഇ.പി. ജയരാജൻ ഇന്ന് പീസറിന്റെ പ്രചാരണത്തിനിറങ്ങുകയാണ്. വൈകിട്ട് 5 മണിക്ക് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന പൊതുയോഗത്തിൽ ഇ.പി. ജയരാജൻ പ്രസംഗിക്കും. വിവാദത്തിൽ പരസ്യ പിന്തുണ തുടരുമ്പോഴും ജയരാജനിൽ നിന്ന് വിശദീകരണം തേടാൻ CPIM തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടെ ഇ.പി. ജയരാജനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചുകൊണ്ട് M.M. ഹസൻ രംഗത്തെത്തിയത് രാഷ്ട്രീയ കൗതുകമായി. ആത്മകഥാ വിവാദത്തിൽ കത്തിക്കാളിയ ചേലക്കര വയനാട് വോട്ടെടുപ്പിന് പിറ്റേന്നാളും തുടർചലനങ്ങൾ നിലയ്ക്കുന്നില്ല. വൈകിട്ട് നടക്കുന്ന LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ ഇ.പി. ജയരാജൻ പ്രസംഗിക്കാനെത്തുന്നതിലേക്കാണ് രാഷ്ട്രീയ കേരളം നോക്കിയിരിക്കുന്നത്. ആര് വിചാരിച്ചാലും CPIMനെ പാലക്കാട്ട് തോൽപ്പിക്കാനാകില്ലെന്ന് യോഗത്തിനായി പുറപ്പെടുമ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇ.പി. പറഞ്ഞു. ആരെന്ത് ശ്രമിച്ചാലും CPIMനെ തോൽപ്പിക്കാൻ കഴിയില്ല. പുറത്തു വന്ന PDF താൻ എഴുതിയതല്ല. DC-ക്ക് പ്രസിദ്ധീകരിക്കാൻ യാതൊന്നും നൽകിയിട്ടില്ല. അവരുമായി കരാറുമില്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ പലകുറി ആവർത്തിച്ചു. DGPക്ക് പരാതി നൽകിയും DC ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ചും ഇപ്പോഴുണ്ടായ വിവാദങ്ങളിൽ നിരപരാധിയാണെന്ന് വ്യക്തമാക്കാനാണ് ഇ.പി. ജയരാജൻ ശ്രമിക്കുന്നത്. ഇതു സംബന്ധിച്ച് ഇതുവരെ DC പ്രതികരണമൊന്നും നടത്തിയിട്ടുമില്ല. തൽക്കാലം ഇ.പിയെ പാർട്ടി വിശ്വാസത്തിലെടുക്കുകയാണെങ്കിലും ഇക്കാര്യം പരിശോധിക്കാൻ തന്നെയാണ് CPIMന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വീണ്ടും പാർട്ടിക്ക് തിരിച്ചടിയാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണക്കാരനായി ഇ.പി. മാറിയതിലുള്ള അതൃപ്തി നേതൃത്വത്തിനുണ്ട്. നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയാകും. വിവാദം എങ്ങനെയുണ്ടായെന്ന് പാർട്ടിയോട് വിശദീകരിക്കേണ്ട ബാധ്യത ഇ.പി. ജയരാജനുണ്ട്. അതിനാൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം ആദ്യമായി നാളത്തെ സെക്രട്ടേറിയറ്റിൽ ഇ.പി. പങ്കെടുക്കുമെന്നാണ് സൂചന. ഇതിനിടെ ആത്മകഥാക്കുറിപ്പുകൾ തയ്യാറാക്കിയ ദേശാഭിമാനി കണ്ണൂർ ബ്യൂറോ ചീഫ് M. രഘുനാഥിനോട് CPIM വിശദീകരണം തേടി. നാളെ ഇ.പി. ജയരാജന്റെ വിശദീകരണം അറിഞ്ഞ ശേഷമാകും CPIM സംസ്ഥാന നേതൃത്വത്തിന്റെ തുടർ നീക്കങ്ങൾ. ആത്മകഥ ഇ.പി. എഴുതിയത് തന്നെ എന്നുറപ്പാണെന്ന VD സതീശൻ. എഴുത്തിന്റെ ഉള്ളടക്കം എന്തെന്നല്ല, MV ഗോവിന്ദനേക്കാൾ പാർട്ടിയിൽ സീനിയറായ ഇ.പിയെ CPIM നേതൃത്വം അപമാനിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ആ പാർട്ടിയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും മുതിർന്ന നേതാവ് ഇ.പി. ജയരാജനാണ്. പാർട്ടി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പാലക്കാട് കൊണ്ടുവന്നിട്ട് അദ്ദേഹം എഴുതിയതിനെതിരായിട്ട് അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. വീണ്ടും ഇ.പി. ജയരാജനെ CPIM നേതൃത്വം അപമാനിക്കുകയാണ്. M.M. ഹസൻ അതിനപ്പുറവും കടന്നു പറഞ്ഞു. കുറെ കാലമായി ഒരു മുറിവേറ്റ സിംഹത്തെ പോലെയാണ് ഇ.പി. ജയരാജൻ CPIMൽ കഴിയുന്നത്. അദ്ദേഹത്തിന് കോൺഗ്രസിലേക്ക് സ്വാഗതം. മുറിവേറ്റ ഒരു സിംഹത്തെ പോലെ കഴിഞ്ഞ കുറെ കാലമായി പാർട്ടി കമ്മിറ്റികളിലും പാർട്ടിയുടെ പുറത്തും പറയുന്ന കാര്യങ്ങളാണ് ഈ ആത്മകഥയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇ.പിയെ പോലെ ഉന്നതനായ ഒരു നേതാവ് അദ്ദേഹം പാർട്ടി വിടാൻ തീരുമാനിക്കുകയും അദ്ദേഹം UDF പോലുള്ള മതേതര ജനാധിപത്യ സംവിധാനവുമായി സഹകരിക്കാൻ തയ്യാറാകുകയും ചെയ്താൽ ഞങ്ങൾ ആലോചിക്കും അതിലെന്താ സംശയം. ഇ.പിയുടെ ആത്മകഥയെന്ന പേരിൽ പ്രചരിച്ചത് പ്രതിപക്ഷ നേതാവിന്റെയും ഷാഫി പറമ്പിലിന്റെയും തിരക്കഥയെന്നാണ് ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിന്റെ പ്രതികരണം. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ എഴുതി കൊടുത്തതും ഷാഫി തന്നെ തിരക്കഥ മെനഞ്ഞതും VD സതീശൻ നടപ്പിലാക്കിയതുമാവാം. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെ എഴുത്തും വായനയും അറിയുന്നവരെന്ന് ധരിക്കുന്നവർ ചേർന്ന് നടത്തിയ ഉപശാപമാണ് പുറത്തു വന്നിരിക്കുന്നത്. വൈകുന്നേരം പാലക്കാട് നടക്കാനിരിക്കുന്ന യോഗത്തിലെ ഇ.പിയുടെ പരാമർശങ്ങളും ശരീരഭാഷയും സമീപനവുമെല്ലാം രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കപ്പെടുമെന്നുറപ്പ്. ഒരു തെറ്റിദ്ധാരണയും എതിർവ്യാഖ്യാനങ്ങളും ഉണ്ടാകരുതെന്ന ശ്രദ്ധയോടെയാണ് ഇതുവരെയുള്ള ഇ.പിയുടെ പ്രതികരണങ്ങൾ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം, കണ്ണൂർ, പാലക്കാട്.